ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്ധ്യാവന്ദനം. നാം ഇന്ന് ഒരിക്കൽ കൂടി ദൈവവചന ധ്യാനത്തിനായി കാതോർത്തിരിക്കുകയാണ്. കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടെ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാൻ ഒരവസരം കൂടെ നമുക്ക് കർത്താവ് തന്നു. നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. ദൈവവചനം നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ സ്നേഹം കൊണ്ടാണ്, ദൈവത്തിന് നമ്മോടുള്ള കരുതൽ കൊണ്ടാണ്. പാപികളായ നാം ഓരോരുത്തരും, പാപത്തിൽ ജീവിച്ചിരുന്ന നാം ഓരോരുത്തരും, അല്ല ജീവിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ, നമ്മോടുള്ള ദൈവത്തിൻ്റെ ഇത്ര വലിയ സ്നേഹത്താൽ, നമ്മെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമുക്കിന്ന് ദൈവവചനത്തോട് ചേർന്ന് വരുവാൻ ഒരവസരം ലഭിച്ചു. നാം ഈ വചന ശുശ്രൂഷയ്ക്കെല്ലാം ഇരിക്കുമ്പോൾ, അല്ല വചനം പറയുമ്പോൾ, ദൈവവേല ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? നാം പാപികളാണ്. നാം പാപം ചെയ്യാൻ മാത്രം ശീലിച്ചവരാണ്. എന്നാൽ പാപിയെ സ്നേഹിക്കുന്ന കുരിശിലെ സ്നേഹം, പാപത്തെ വെറുക്കുന്ന കുരിശിലെ സ്നേഹം ഈ പാപിയായ എന്നെയും സ്നേഹിച്ചു. ഈ പാപിയായ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ വചനത്തോടൊരാഗ്രഹം തന്നു. ദൈവവചനം കേൾക്കണമെന്നുള്ള ഒരു കൊതി നമ്മുടെ ജീവിതത്തിൽ തന്നു. ദൈവത്തിന് സ്തോത്രം. ആ പ്രാർത്ഥനയോടെ നാം ചേർന്നിരിക്കുകയാണ്. ഞാനും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എൻ്റെ ജീവിതകാലം മുഴുവൻ നോക്കിയാൽ, എൻ്റെ ചെറുപ്പകാലം നോക്കിയാൽ, എൻ്റെ യൗവനകാലം നോക്കിയാൽ, ആ കാലത്തെല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ദൈവവചനം പറയണമെന്നോ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാകണമെന്നോ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നൊരു വ്യക്തിയല്ല. എന്നാൽ കർത്താവിന് എന്നോട് കൃപ തോന്നി എന്നെയും ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു സാക്ഷിയാക്കി. എൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം തന്നു. എൻ്റെ ജീവിതത്തിലും പാപത്തോടുള്ള ഒരു വെറുപ്പ് തന്നു. എൻ്റെ ജീവിതത്തിലും യേശുക്രിസ്തുവിനായി ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തന്നു. കർത്താവ് എന്നെയും ഇവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നു. ഞാനും അവൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഞാനും എൻ്റെ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ പൊതിയുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എൻ്റെ സകല പാപങ്ങളും എൻ്റെ സകല കുറവുകളും ആ തിരുരക്തത്തിൽ മറച്ചുകൊണ്ട് ഇന്ന് ഈ ദൈവജനത്തോട്, ആവശ്യക്കാരായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയമക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ എന്ന് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കൊരു വേദവാക്യം വായിക്കാം. 118 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യമാണ് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നമുക്ക് വളരെ പരിചയമുള്ളൊരു വേദഭാഗമാണിത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. യഹോവയിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ, അതെപ്പോഴാണ് നമുക്ക് ലഭിക്കുക? എപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ നിന്ന്, അല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് യേശുവിൽ ആശ്രയിച്ചല്ലാതെ മുന്നോട്ട് എനിക്ക് ജീവിക്കുവാൻ സാധ്യതയില്ല എന്ന് എപ്പോഴാണ് നാം തിരിച്ചറിയുക? അതൊരു ഭാഗ്യമാണ്, അതൊരു കൃപയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയാണ് യേശുവിനെ ആശ്രയിക്കാറുള്ളത്? നാം ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. എപ്പോഴാണ് നാം യേശുക്രിസ്തുവിനെ ആശ്രയിക്കുന്നത്? നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സ്വന്തമായി മിടുക്കുണ്ട്. ചില കാര്യങ്ങളിലെല്ലാം നമുക്ക് വ്യക്തമായ പ്രാവീണ്യമുള്ള കാര്യങ്ങളുണ്ട്. വേറെ ആരുടെയും പരസഹായമില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് സ്വന്തമായ ഒരു ആശ്രയം, അവിടെ നാം ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുവാനോ, എൻ്റെ യേശുവേ നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരണമേ എന്ന് പറയുവാനോ നമുക്ക് സാഹചര്യം ഉണ്ടാവുകയില്ല. അത് മനുഷ്യ സ്വഭാവമാണ്, അതൊരു മനുഷ്യ പ്രകൃതമാണ്. സ്വന്തമായി ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ചിന്ത.
എന്നാൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്കൊരു രോഗം വരുമ്പോൾ, അല്ല ആരാലും നമ്മെ സഹായിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ, മനുഷ്യർക്ക് ആർക്കും നമ്മെ ഒരു കൈത്താങ്ങൽ തരുവാൻ സാധ്യതയില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ, അപ്പോൾ നാം പ്രാർത്ഥിക്കും, അപ്പോൾ നാം ആശ്രയിക്കും, അപ്പോൾ നാം യേശുവേ എന്ന് വിളിക്കും, അപ്പോൾ നാം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടും. അപ്പോൾ നമുക്ക് യേശു കൂടിയേ കഴിയുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്. അതിന് 17-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ, വേറൊരു ആശ്രയമില്ല. ഏതൊരു ചെറിയ കാര്യത്തിനും, ഏതൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും, നമുക്ക് എത്ര ഭംഗിയായി നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്ന ഒരു കാര്യത്തിലും നാം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നിന്റെ കൃപ എന്നോടുകൂടെ പോരണമേ എന്ന്. കർത്താവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. അത് ആർക്കാണ് വരുന്നത്? അത് വരുന്നത് ഹൃദയത്തിൽ നന്ദിയുള്ളവരുടെ ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നന്ദിയുണ്ട്. ഞാൻ ഇന്നായിരിക്കുന്നത് എൻ്റെ ദൈവം എനിക്ക് ദാനമായി തന്നതാണ്. ഇന്ന് ഞാൻ കണ്ണുകൊണ്ട് കാണുന്നത് അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് ഞാൻ ഒരു വാക്ക് സംസാരിക്കുന്നത് എൻ്റെ യേശുവിൻ്റെ കൃപയാണ്. ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ യേശു എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നതാണ്. ഞാൻ ഒന്നുമില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന്, ഞാൻ ഏതുമില്ല എന്നുള്ള ചിന്തയിൽ നിന്ന്, എന്നാൽ ഒന്നും സ്വന്തമായി കഴിയുകയില്ല എന്നുള്ള ചിന്തയിൽ നിന്ന്, അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു തേങ്ങൽ വരും. കർത്താവേ, എന്ത് ചെയ്യുന്നതിന് മുമ്പും, ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരും, കർത്താവേ നീ എൻ്റെ കൂടെ ഇരിക്കണമേ, നീ എൻ്റെ കൂടെ നടത്തണമേ, കർത്താവേ ഇന്ന കാര്യം നീ എൻ്റെ കൂടെ ഇരുന്ന് വഴി നടത്തണമേ. അങ്ങനെയുള്ളവരെ വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാനെന്ന്. അതാണ് ഭാഗ്യാവസ്ഥ എന്ന്. യേശുവിലുള്ള ആശ്രയമാണ് ഭാഗ്യാവസ്ഥ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമുക്ക് എത്ര പേർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്? ഏത് നിമിഷവും അനുനിമിഷവും യേശുവിൽ ആശ്രയിക്കുവാനുള്ള ഒരു ഹൃദയത്തിൽ നിന്നുള്ള ഒരാഗ്രഹം, യേശുവില്ലാതെ എനിക്ക് മുന്നോട്ടില്ല എന്നുള്ളൊരു ചിന്ത. ദൈവത്തിന് സ്തോത്രം. നാം പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങൾ പലപ്പോഴും നിന്നിൽ നിന്ന് ആശ്രയം മാറിപ്പോയിട്ടുള്ളവരാണ്, പലപ്പോഴും മനുഷ്യരിൽ ആശ്രയിച്ചു പോയിട്ടുള്ളവരാണ്. ശരിയാണ്, ജീവിതത്തിൽ സമർപ്പണങ്ങളുണ്ട്. പ്രകടമായ ഒരു പാപങ്ങൾക്ക് പോകുകയില്ല എന്നും ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുമെന്നും നമ്മുടെ പലരുടെയും ജീവിതത്തിൽ സമർപ്പണമുള്ളവരാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മനുഷ്യരിൽ ആശ്രയിച്ചു പോകുന്നു, യേശുവിൽ നിന്ന് കണ്ണു മാറിപ്പോകുന്നു. എന്നെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ പലരുടെയും ഹൃദയത്തിൽ നിന്ന് പലപ്പോഴും മാറിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ നാം ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് പരിചിതനായ ഒരു വ്യക്തിയാണ്. യൗസേഫിനെ പറ്റിയാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 40-ാം അധ്യായം നാം വായിക്കുമ്പോൾ യൗസേഫ് അവിടെ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ഞാൻ ആ സംഭവം കൂടുതലായി വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. യൗസേഫ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. എന്താണ് യോസേഫ് കാരാഗ്രഹത്തിൽ കിടക്കുവാൻ കാരണം നമുക്കറിയാം. ജീവിത വിശുദ്ധിയോടെ നിൽക്കണമെന്നുള്ള, ദൈവത്തെ വേദനിപ്പിക്കാതെ നിൽക്കണമെന്നുള്ള ഒരു സമർപ്പണത്തിൻ്റെ വിലയായിട്ടാണ് യോസേഫ് ഇന്ന് കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. യോസേഫിന് പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നുമില്ല. യോസേഫിന് ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. വിശുദ്ധിയോടെ നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഹൃദയത്തിലുള്ളതുകൊണ്ട് പല സാഹചര്യങ്ങളിലും യോസേഫ് തള്ളപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെയും പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ കൗശലത്താൽ യോസേഫ് കാരാഗ്രഹത്തിൽ, ഫറവോന്റെ കാരാഗ്രഹത്തിലാണ്. എന്നാൽ യോസേഫിനോട് കൂടെ 2 പേർ, ഒന്ന് ഫറവോ രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരുടെ പ്രമാണിയും അവൻ്റെ കൂടെ കാരാഗ്രഹത്തിലുണ്ട്. അവിടെ വെച്ച് ഈ 2 പേരും ഒരു സ്വപ്നം കാണുകയുണ്ടായി. യോസേഫാണത് വ്യാഖ്യാനിച്ചു കൊടുത്തത്. പാനപാത്രവാഹകനോട് പറഞ്ഞു, നീ വീണ്ടും ഫറവോന്റെ പാനപാത്രവാഹകനായി നിനക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും.
എന്നാൽ അപ്പക്കാരുടെ പ്രമാണിയോട് പറഞ്ഞു, നിന്റെ തല ഫറവോൻ വെട്ടും. എന്നാൽ ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ യോസേഫിന്റെ ഉള്ളിൽ നിന്ന് ഒരാഗ്രഹം, ഞാൻ ഈ കാരാഗ്രഹത്തിലാണല്ലോ. യോസേഫ് വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ്, ജീവിത വിശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശ്രേഷ്ഠദാസനാണ്. എന്നാൽ ആ ഒരു സമയത്ത് യോസേഫിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, ഒരു റെക്കമെൻഡേഷൻ ഒന്ന് ചോദിച്ചേക്കാം. ഈ പാനപാത്രവാഹകനോട് ഒരു റെക്കമെൻഡേഷൻ ചോദിച്ചേക്കാം. യോസേഫ് പാനപാത്രവാഹകനോട് റെക്കമെൻഡേഷൻ ചോദിക്കുകയാണ്. 40-ാം അധ്യായം 14-ാം വാക്യം അവിടെ ഇങ്ങനെയാണ്, എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. യോസേഫിൻ്റെ കഥകളെല്ലാം ഈ പാനപാത്രവാഹകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ നിരപരാധിയാണ്, എന്നെ ചതിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ്, എന്നാൽ നീ എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. ഒരു മനുഷ്യരിലുള്ള ആശ്രയം അവിടെ വരികയാണ്. ഒരു മനുഷ്യനോടുള്ള ആശ്രയം യോസേഫിൻ്റെ ജീവിതത്തിൽ വരികയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? എന്താണ് അവസാനം സംഭവിച്ചത്? 40-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു എന്ന്. അവനെ മറന്നു കളഞ്ഞു, മനുഷ്യർ അവനെ മറന്നു കളഞ്ഞു. ആരാണ് യോസേഫിനെ വിളിച്ചിറക്കിയത്? ദൈവമാണ്. എന്നാൽ മനുഷ്യരിലേക്ക് ഒരു ചെറിയ ആശ്രയം പോയപ്പോൾ മനുഷ്യൻ അവനെ മറന്നു കളഞ്ഞു എന്ന്. ദൈവത്തിന് സ്തോത്രം, പ്രിയ ദൈവമക്കളെ. എന്നാൽ വീണ്ടും നാം കാണുന്നുണ്ട്, 2 സംവത്സരം കഴിഞ്ഞതിന് ശേഷം ഈ പാനപാത്രവാഹകൻ യോസേഫിനെ ഓർത്തു, ഫറവോന്റെ അരികിലേക്ക് വിളിക്കുകയും യോസേഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു നാം വായിക്കുന്നുണ്ട്. എന്നാൽ അതിന് ദൈവത്തിൻ്റെ സമയമുണ്ടായിരുന്നു. ദൈവം വിളിച്ചിറക്കിയ ദൈവമക്കൾ, ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ദൈവമക്കൾ, യേശുക്രിസ്തുവിനായി ഒരു വിശുദ്ധിയോടെ ജീവിതം നയിക്കുമെന്ന് ഹൃദയത്തിൽ നിന്ന് തീരുമാനമെടുത്ത ഒരു ദൈവമക്കൾ മനുഷ്യരിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല. അവരെ നടത്തുവാൻ ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്. അവരെ ചേർത്ത് പിടിച്ച് നടത്തുവാൻ, അവർക്ക് ബുദ്ധിമുട്ടുള്ള വഴികളിലൂടെ, അവർക്ക് സാധിക്കില്ല എന്ന് തോന്നുന്ന വഴികളിലൂടെ അവരെ നടത്തുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ട്. മനുഷ്യർ മറന്നുപോകും. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന്. യഹോവയിൽ തന്നെ ആശ്രയം വെപ്പിനെന്ന്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് യഹോവയിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കുക? എപ്പോഴാണ് നമുക്ക് ആ പ്രാഗൽഭ്യം കിട്ടുക? പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൽ അവിടെ നാം വായിക്കുന്നുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കാതെ യഹോവയിൽ തന്നെ ആശ്രയിക്കുവാനുള്ള പ്രാഗൽഭ്യം എപ്പോഴാണ് കിട്ടുക? വിശുദ്ധ പൗലോസ്ലീഹ അവിടെ പറയുന്നുണ്ട്, ആ കപ്പൽ യാത്രയിൽ കപ്പൽ തകരുമോ എന്നുള്ള ആശങ്കയിൽ അവരുടെ ആശയൊക്കെയും അറ്റുപോയി. കൊടുങ്കാറ്റടിച്ച് ആ കപ്പൽ തകരുന്ന അവസ്ഥ വന്നു. അവരുടെ ആശകളെല്ലാം നഷ്ടപ്പെട്ട് അവർ ഏറ്റവും നിരാശയിലേക്ക് പോയി. അവിടെ നാം വായിക്കുന്നുണ്ട്, രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. അവരെല്ലാവരും നിരാശയിലാണ്. എന്നാൽ അവിടെ ധൈര്യത്തോടെ വിശുദ്ധനായ പൗലോസ്ലീഹ അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്താണ് പൗലോസ്ലീഹ അവിടെ പറയുന്നത്? 27-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം നമുക്ക് വായിക്കാം. പൗലോസ്ലീഹയ്ക്ക് വളരെ പ്രാഗൽഭ്യമുണ്ട്. പൗലോസ്ലീഹ വളരെ ധൈര്യത്തോടെ അവരെ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ നിരാശയിലാണോ ഇരിക്കുന്നത്? നിങ്ങൾ ആശയൊക്കെ മറ്റുപോയ ഒരവസ്ഥയിലാണോ ഇരിക്കുന്നത്? നിങ്ങളെ ആരും രക്ഷിക്കുകയില്ല എന്ന് ചിന്തിച്ചാണോ ഇരിക്കുന്നത്? നിങ്ങൾ കഠിന പ്രയത്നങ്ങളെല്ലാം ചെയ്തു, മനുഷ്യരിൽ ആശ്രയിച്ച പല പല കാര്യങ്ങളും ചെയ്തു. കപ്പൽ ഉടമസ്ഥൻ്റെയും മാലുമിയുടെയും വാക്കുകളെല്ലാം കേട്ട് പല പല കാര്യങ്ങളും അവർ ചെയ്തു. മനുഷ്യരാൽ ചെയ്യാകുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തു. എന്നാൽ പൗലോസിന് വ്യക്തമായൊരു ഉറപ്പുണ്ട്, പൗലോസിൻ്റെ ജീവിതത്തിൽ വ്യക്തമായ ഒരു സമർപ്പണമുണ്ട്, പൗലോസിന് ആ ഒരു ധൈര്യമുണ്ട്, ആ ഒരു പ്രാഗൽഭ്യമുണ്ട്. എന്താണ് പ്രാഗൽഭ്യം? പൗലോസ്ലീഹ അവിടെ പറയുകയാണ്, അതിൻ്റെ 23-ാം വാക്യം ഇങ്ങനെയാണ്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു എന്ന്. എനിക്ക് എൻ്റെ ഉടയവനുണ്ട്. എൻ്റെ ഉടയവൻ വേറെ ആരുമല്ല. എൻ്റെ ഉടയവൻ ഏതെങ്കിലും ഒരു മനുഷ്യനല്ല. എൻ്റെ ഉടയവൻ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവാണ്. അതാണ് പൗലോസിന് കിട്ടിയ പ്രാഗൽഭ്യം. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ യേശുവിന് കൊടുത്തതാണ്. നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുകയല്ലേ, നിങ്ങൾ സ്വന്തമായി ചില കാര്യങ്ങൾ ചെയ്യുവാൻ നോക്കുകയല്ലേ, നിങ്ങളാൽ കഴിയുന്നതെല്ലാം നിങ്ങൾ പരിശ്രമിച്ചതല്ലേ. എന്നാൽ എനിക്കൊരു ഉടയവനുണ്ട്, എൻ്റെ ജീവിതം നയിക്കുന്ന യേശുക്രിസ്തുവുണ്ട്. അവനാണ് എൻ്റെ അടുക്കൽ വന്ന് നിന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യനല്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ കരം പിടിച്ച് നടത്തുന്ന
ക്രിസ്തുവിൻ്റെ കരത്തിൽ ഞാൻ സംരക്ഷിതനാണ്. എൻ്റെ ഉടയവനുണ്ട്. ദൈവമക്കളെ, ആശ്രയബോധം വരണമെങ്കിൽ ജീവിതത്തിൽ ഉടയവനായി ക്രിസ്തു ഉണ്ടാകണം. ജീവിതത്തിൽ എൻ്റെ ഉടയവൻ ക്രിസ്തുവാണ് എന്നുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ എന്തു വന്നാലും അതെൻ്റെ ക്രിസ്തു അറിയാതെ വരികയില്ല എന്ന് പറയുവാനുള്ള, അത് പറഞ്ഞാൽ മാത്രം പോരാ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ പ്രാഗൽഭ്യം ഉണ്ടാകണം. എൻ്റെ ഉടയവനായ യേശു ക്രിസ്തു, എന്നെ കരം പിടിച്ച് നടത്തുന്ന ക്രിസ്തു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രാഗൽഭ്യം വരും. അവനാണ് എൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ രോഗക്കിടക്കയിലായിരിക്കും. ആരാലും സഹായിക്കാൻ വയ്യാതെ, ഒരു മനുഷ്യരാലും നമ്മെ ഒന്ന് താങ്ങാൻ വയ്യാതെ ഒരു രോഗക്കിടക്കയിൽ നാം കിടക്കുകയായിരിക്കും. അല്ല, നാം ഒരു കടക്കണിയിൽ മുങ്ങിയിരിക്കുകയായിരിക്കും. അല്ല, നാം ഒരു പരീക്ഷാ ഹാളിൽ ഈ ഉത്തരം എങ്ങനെ എഴുതണമെന്നറിയാതെ, ഈ ആൻസർ ഞാൻ എങ്ങനെ എന്തെല്ലാം ചെയ്തിട്ടും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ, ഞാൻ പരീക്ഷ തോറ്റുപോകുമല്ലോ എന്നെല്ലാം ചിന്തിച്ച് നാം വ്യാകുലപ്പെട്ടിരിക്കുകയായിരിക്കും. അല്ല, നാം ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുകയായിരിക്കും. ഒരു കാര്യം ചോദിച്ചിട്ട് എനിക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നുള്ള വിഷമത്തോടെ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രാഗൽഭ്യം, എൻ്റെ ഉടയവനായ എൻ്റെ ക്രിസ്തു എൻ്റെ അടുക്കൽ നിൽക്കുന്നുണ്ട്. യേശു ക്രിസ്തു എൻ്റെ അടുക്ക വന്ന് നിൽക്കുന്നുണ്ട്. അവൻ എനിക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്നവനാണ്. ആശ്രയിക്കാൻ മനുഷ്യരാരും എൻ്റെ ചുറ്റും ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്നവനായി എൻ്റെ ഉടയവനായ ക്രിസ്തു എൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ആ യേശു ക്രിസ്തു ഉടയവനാണ് എന്നുള്ള പ്രാഗൽഭ്യം നമുക്ക് എത്ര പേർക്കുണ്ട്? എത്ര പേരുടെ ഹൃദയത്തിലുണ്ട് എൻ്റെ കൂടെ എൻ്റെ യേശു ഉണ്ട് എന്ന്? അപ്പോൾ ആ പാട്ടുകാരനോട് ചേർന്ന് നാമം പാടും. എന്താണെന്നറിയോ? ആശ്രയമാരും മില്ലെന്നു ചൊല്ലി അതിലാണ്ടു വലയേണ്ട, ആശ്രയമാരും മില്ലെന്നു ചൊല്ലി അതിലാണ്ടു വലയേണ്ട, ആശ്രിതർക്കാലംബമേശുതാനല്ലോ, ആകുലമെല്ലാം നീക്കിടുക, ആശ്രിതർക്കാലംബമേശുതാനല്ലോ, ആകുലമെല്ലാം നീക്കിടുക. നമ്മുടെ ആകുലങ്ങളെല്ലാം നീങ്ങിപ്പോകുമെന്നാണ് നാം പാടിയത്. ആശ്രയം ആരും ഇല്ലെന്ന് ചൊല്ലി നാം പിന്നെ ആദിയിലാവുകയില്ല, നാം പിന്നെ നിരാശയിലാവുകയില്ല. എനിക്കെൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. അവിടെ പൗലോസ് ധൈര്യത്തോടെ പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഉടയവനായ യേശുവിനെ കാണൂ എന്ന്. എൻ്റെ ഉടയവനായ യേശു എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? നീ ഭയപ്പെടേണ്ട എന്നാണ്, നീ ധൈര്യത്തോടിരിപ്പാനാണ്. നിനക്ക് ധൈര്യം തരുന്ന ക്രിസ്തു ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നാം എത്ര പേർ ഈ സമയത്ത് നമ്മുടെ അരികെ വന്ന് നിൽക്കുന്ന നമ്മുടെ ക്രിസ്തുവിനെ കാണുന്നുണ്ട്? നമ്മുടെ ഉടയവനായ ക്രിസ്തുവിനെ കാണുന്നുണ്ട്? നമ്മെ സ്നേഹിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം കാണുന്നുണ്ട്? അതെയോ നിങ്ങൾ ഇന്ന് നിരാശയിലിരിക്കുകയാണോ? അയ്യോ, ഇന്ന കാര്യത്തിൽ നിന്ന് എനിക്കൊരു വിജയമില്ലല്ലോ എന്നോർത്ത് നിരാശയിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും തകർന്നിരിക്കുന്നവരുണ്ടോ? എൻ്റെ മക്കളുടെ കാര്യം ഓർത്ത്, അല്ല എൻ്റെ മാതാപിതാക്കളുടെ കാര്യം ഓർത്ത്, എൻ്റെ ജോലിയുടെ കാര്യം ഓർത്ത്, എൻ്റെ കടത്തിൻ്റെ കാര്യം ഓർത്ത്, അല്ല ഈ മദ്യപാനം എന്ന് പറയുന്ന ഈ ദുഷ്ട സ്വഭാവം എന്നിൽ നിന്ന് മാറില്ലല്ലോ എന്നോർത്ത്, ഈ കോപ സ്വഭാവം എന്നിൽ നിന്ന് മാറുന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ ആരെങ്കിലും ഇന്ന് നിരാശയോടെ തല കുമ്പിട്ടവരായി ഇങ്ങനെ ഇരിക്കുന്നവരുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയൂ, നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന നമ്മുടെ ഉടയവനായ ക്രിസ്തു ഉണ്ട്. നാം എന്താണ് ചെയ്യേണ്ടത്? ഈ സമയം തന്നെ അവനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അപ്പോൾ നമുക്കൊരു ആശ്രയബോധം കിട്ടും. എനിക്ക് ആശ്രയിക്കാൻ കൊള്ളാകുന്നവനായി എൻ്റെ യേശു ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയും. ദൈവത്തിന് സ്തോത്രം. ഈ പൗലോസ്ലീഹ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ അവിടെ വേറൊരു ഭാഗം നാം കാണുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, 2 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം 8-ാം വാക്യം, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഒരു നിരാശ ജീവിതത്തിലേക്ക് വരുന്നു. ജീവനോടിരിക്കുമോ എന്ന് നിരാശ ജീവിതത്തിലേക്ക് വരുന്നു. അത്യന്തം ഭാരപ്പെട്ടു. അവരാൽ കഴിയാവുന്നതെല്ലാം ചെയ്തു, അവരുടെ ശക്തിയാൽ കഴിയാവുന്നതെല്ലാം ചെയ്തു. എന്നാൽ അത്യന്തം ഭാരപ്പെട്ടു. നിരാശ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയോ? അടുത്ത വാക്യം അവിടെ എഴുതിയിരിക്കുകയാണ്. അതെ, ആ സമയത്ത്, അപ്പോൾ തന്നെ, നിരാശ കടന്നു വരുന്ന ആ സമയത്ത് തന്നെ അപ്പോൾ എന്താണ് സംഭവിച്ചത്? അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം
ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണ്ണയിക്കേണ്ടി വന്നു. അപ്പോൾ ദൈവത്തിലുള്ള ആശ്രയം അപ്പോൾ തന്നെ ആശ്രയിക്കുവാൻ തോന്നി. ആരിൽ? ദൈവത്തിൽ ആശ്രയിക്കുവാൻ തോന്നി. അവരുടെ ശക്തിയാൽ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. എന്നാൽ അപ്പോൾ തന്നെ ദൈവത്തിലുള്ള ആശ്രയം വന്നപ്പോൾ പൗലോസ്ലീഹയുടെ പ്രാഗൽഭ്യത്തോടെ പറയുകയാണ്, നിരാശ വന്ന സമയത്ത്, നിരാശ അങ്ങ് കയറി തുടങ്ങിയ സമയത്ത്, അപ്പോൾ തന്നെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ പൗലോസ്ലീഹയുടെ പറയുകയാണ്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു. ഞങ്ങളെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. അതിഭയാനകമായ മരണത്തിൽ നിന്ന്, പല പല സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മെ ഇതുവരെ കൊണ്ടുവന്ന ഒരു ദൈവമില്ലേ? നമ്മെ കരം പിടിച്ച് നടത്തിയ ഒരു ദൈവമില്ലേ? നാം ചിന്തിച്ചതാണോ നാം ഇന്ന് ജീവനോടെ ഇവിടെ ഭൂമിയിൽ ഇരിക്കുമെന്ന്? നാം ചിന്തിച്ചതാണോ നാം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരുന്ന് വചനം കേൾക്കുമെന്ന്? എന്നാൽ നമ്മെ ഇതുവരെ നടത്തിയ ഒരു ദൈവമുണ്ട്, നമ്മെ വിടുവിച്ച ദൈവം. അവിടെ പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങളെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം ഞങ്ങളെ ഈ ഒരു കാര്യത്തിൽ നിന്നും വിടുവിക്കും. ഇനി മേലാലും ഇനി വരാനിരിക്കുന്ന കാര്യത്തിലും ഞങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്, അവൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട് എന്ന്, അവൻ ഇന്നും എൻ്റെ ചങ്കിൽ വസിക്കുന്നുണ്ട് എന്ന്. അതാണ് പൗലോസ്ലീഹയുടെ പ്രാഗൽഭ്യം. നമുക്കിന്ന് ആ പ്രാഗൽഭ്യം പ്രാപിക്കണം. നമ്മുടെ ഹൃദയത്തിൽ വ്യക്തമായ ഒരു പ്രാഗൽഭ്യം, ഇന്ന് എൻ്റെ യേശു എന്നെ വിടുവിക്കും. ഞാൻ ആശ്രയിക്കുന്നത് ഒരു കല്ലിനെയോ മരത്തെയോ അല്ല, ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ജീവനുള്ള യേശു ക്രിസ്തുവിനെയാണ്. എന്നെ വിടുവിച്ച ദൈവത്തെയാണ്, എന്നോട് മനസ്സലിവുള്ള ദൈവത്തെയാണ്, എന്നെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തെയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം തന്നെ എൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും 4-ാം അധ്യായം 7-ാം വാക്യം, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു, എപ്പോഴും ജീവനുള്ളവരായിരിക്കുന്നു. ആരുടെ ജീവനാണ്? യേശുവിൻ്റെ ജീവനാണ് ഞങ്ങളുടെ ശരീരത്തിലുള്ളത്. അതുകൊണ്ട് എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും, വീണു പോയാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും നിരാശപ്പെടുകയില്ല എന്ന്. എന്തുകൊണ്ടാണ്? അത് ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല, ഞങ്ങളൊരു വെറും മൺപാത്രമാണ്. എന്നാൽ ഞങ്ങളിൽ നിന്ന് വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തിയുണ്ട്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അവനാണ് ഞങ്ങളെ ശക്തരാക്കുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം എന്നെ ശക്തനാക്കുന്ന ഒരു അത്യന്ത ശക്തി എന്നിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീണുപോവുകയില്ല. എനിക്ക് കഷ്ടപ്പാടുകൾ വന്നാലും ഞാൻ നിരാശപ്പെടുകയില്ല. കാരണം എന്നിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ വസിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളിൽ എത്ര പേർക്ക് ആ പ്രാഗൽഭ്യത്തോടെ പറയാം, ഇന്ന് യേശുവിൻ്റെ ജീവനാണ് എന്നിൽ വസിക്കുന്നത്, ഇന്ന് യേശുവാണ് എന്നെ നടത്തുന്നത്, ഞാൻ എൻ്റെ യേശുവിൻ്റെ വകയാണ്, അതുകൊണ്ട് ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ യേശുവിലാണ്. നമുക്ക് ആ സമർപ്പണം ഇന്ന് എടുക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ആഗ്രഹത്തോടെ ഒരു സമർപ്പണം വരണം. കർത്താവേ, ഇന്ന് ഞങ്ങൾ നിൻ്റെ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ ഇതുവരെ ജീവിച്ചതുപോലെയല്ല, ഞങ്ങൾ ഇതുവരെ മനുഷ്യരിൽ ആശ്രയിച്ച് ജീവിച്ചു, ഇതുവരെ ഞങ്ങൾ മനുഷ്യരെ കാണിക്കുവാൻ ജീവിച്ചു, മനുഷ്യരെ പ്രസാദിപ്പിച്ച് ജീവിച്ച ഒരു ജീവിതമാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ കർത്താവേ, നീ ഞങ്ങൾക്ക് ഇന്ന് ഒരു കൃപ തരണം. ഇന്ന് ഞങ്ങൾക്ക് നിന്നിലൊന്ന് ആശ്രയിക്കണം, നിന്നെ ഉടയവനായി ഞങ്ങൾക്കൊന്ന് സ്വീകരിക്കണം, നിന്നെ സ്വന്തം രക്ഷിതാവായി ഞങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിക്കണം. ഞങ്ങൾക്ക് ഭാരങ്ങളുണ്ട്, ഞങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്, പാപത്തിന്മേൽ ജയമില്ലാത്ത അവസ്ഥകൾ ഞങ്ങൾക്ക് ഇന്നുണ്ട്. എന്നാൽ കർത്താവേ, നിന്റെ സ്നേഹത്തെ ഞങ്ങൾക്ക് ഇന്നൊന്ന് തിരിച്ചറിയണം. നീ ആശ്രയിക്കാൻ കൊള്ളാകുന്നവനാണെന്ന്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നിന്നിലാണ് ആശ്രയിക്കേണ്ടതെന്ന് കർത്താവേ, നീ ഇന്ന് ഞങ്ങൾക്കൊന്നൊരു തിരിച്ചറിവ് തരണമേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കൊരു കാര്യം പറയുവാനുണ്ട്. ഞങ്ങൾ നിന്നിൽ ആശ്രയിച്ചിട്ടുള്ള വ്യക്തികളല്ല, പലപ്പോഴും സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് ജീവിച്ചിട്ടുള്ളവരാണ്. ഞങ്ങൾ സ്വന്തമായ ബലത്തിൽ ഊന്നി സ്വയം പുകഴ്ത്തിക്കൊണ്ട് ജീവിച്ച വ്യക്തിത്വങ്ങളാണ് ഞങ്ങൾ. കർത്താവേ, എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഉടയവനായ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ പാപഭാരത്തോടെ കടന്നു വരികയാണ്. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നിന്നിലുള്ള ഒരു
ആശ്രയം ഞങ്ങൾക്ക് തരണമേ. അല്ല കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് നിന്നിൽ ആശ്രയിക്കുവാനുള്ള പ്രാഗൽഭ്യമില്ല. കാരണം ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങളുണ്ട്. ഇന്നും ഞങ്ങൾ നിന്നെ ഉടയവനായി സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ ആദ്യമേ തന്നെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സമർപ്പണമെന്ന് പറയുകയാണ്. കർത്താവേ, ഇന്ന് ഈ നിമിഷം ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ സ്വന്തം രക്ഷിതാവും കർത്താവും ഉടയവനുമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് നിന്നെ മുഴുവനായി ഞങ്ങളുടെ ഉടയവനായി, ഞങ്ങളുടെ സകല കൺട്രോളുകളും ഞങ്ങളുടെ സകല ഉത്തരവാദിത്വവും ഞങ്ങൾ ഇന്ന് ഉടയവനായ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് തരികയാണ്. കർത്താവേ, നീ ഒന്ന് കൈ നീട്ടി, നിന്റെ ആണിപ്പാടുള്ള കരം നീട്ടി, ആ തിരുരക്തം വാർന്നൊലിക്കുന്ന തൃക്കരം നീട്ടി ഞങ്ങളെ നീ ഒന്ന് സ്വീകരിക്കണമേ. ഞങ്ങളെ നീ ഒന്ന് വലങ്കരം പിടിക്കണമേ. നീ ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണമേ. സാത്താനെ ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ്. പിശാചിന്റെ സകല ശക്തികളോടും ഞങ്ങൾ യാത്ര പറയുകയാണ്. എന്നിട്ട് ഞങ്ങൾ കർത്താവേ, ഞങ്ങളുടെ ആശ്രയം മുഴുവൻ ഞങ്ങൾ ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്ന സകല മനുഷ്യരിൽ നിന്നും സകല വ്യക്തികളിൽ നിന്നുള്ള സകല ആശ്രയവും മാറ്റി ഇതാ കർത്താവേ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുകയാണ്. ഞങ്ങളെ നീ ഒന്ന് കരുതണമേ. ഞങ്ങളെ നീ ഒന്ന് കോരിയെടുക്കണമേ. കർത്താവേ, നിന്റെ മാറോട് ഞങ്ങളൊന്ന് ചേർത്ത് പിടിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായൊരു മാനസാന്തര അനുഭവം, ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായൊരു പ്രാഗൽഭ്യം നീ ഇന്ന് ഞങ്ങൾക്ക് തരണമേ കർത്താവേ. അതിനായി ഞങ്ങളെ തന്നെ മുഴുവനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നീയാണ് ഞങ്ങളോട് സംസാരിച്ചതെന്നും നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുവെന്നും നീ ഞങ്ങളുടെ സമർപ്പണം സ്വർഗസന്നിധിയിൽ സ്വീകരിച്ചുവെന്നും ഞങ്ങളുടെ പലരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി തന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. നീ ഞങ്ങൾക്ക് വേണ്ടി അവസാനതുള്ള രക്തം വരെ ഊറ്റി തന്നുവെന്നും ആ തിരക്തത്താൽ നീ ഞങ്ങളെ ശുദ്ധീകരിച്ചുവെന്നും കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ സമർപ്പിക്കുന്നു. നീ ഞങ്ങളോട് മനസ്സലിവ് കാട്ടുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഇത്രത്തോളം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. സകലവും യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരണമേ. ആമീൻ.